എം ലോറൻസ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാന വരികളിൽ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു തന്നെ മറുപടി പറഞ്ഞു. ഇതാണ് എം ലോറൻസിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ ആത്മകഥ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ആത്മകഥ പുറത്തിറക്കുന്നതിനെതിരെ കോടതിയിൽ പോയി പരാജയപ്പെട്ട ആളാണ് ഈ മകൾ. അപ്പോൾ എം ലോറൻസിന്റെ ഈ ശവമടക്ക് സംബന്ധിച്ച് മാത്രമല്ല, അദ്ദേഹം ആത്മകഥ എഴുതി അത് പ്രസിദ്ധീകരിക്കുന്നതിനെതിരെ കോടതിയിൽ പോയ ആളാണ്. കോടതി പോകുന്ന എന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ മാത്രമായി ലിമിറ്റ് ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല. അപ്പോൾ ഇത് ഈ പറയുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പുറത്താണോ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അല്ല, ഞങ്ങളൊരു നിലപാട് ഇക്കാര്യത്തിൽ ഞാൻ നിലപാട് പറയാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ എൻ്റെ സമയം എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് പിന്നീട് അവസരം വന്നപ്പോൾ നിങ്ങൾ വേറെ അടുത്തേക്ക് പോയത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അഭിലാഷ് പറഞ്ഞു വെക്കുന്നത് ഒരു പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എം ലോറൻസ് എന്നാണോ? സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്താനോ തൻ്റെ മക്കളിലേക്ക് സന്നിവേശിപ്പിക്കാനോ കഴിയാതെ പോയ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ ഇന്ന് എത്തിയിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരുപക്ഷെ അപവാദമായിട്ട് യെച്ചൂരി മാത്രമുണ്ടാകാം. യെച്ചൂരി ഒരുപക്ഷെ അടൽ ബിഹാരി വാജ്പേയിയെപ്പോയ ഒരു പ്രായോഗിക ജീവിതത്തിൻ്റെയും പ്രായോഗിക തത്വശാസ്ത്രത്തിൻ്റെയും പ്രയോക്താവായിരുന്നു. പകരം പ്രായോഗികമായി തൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ സ്വയം ജീവിക്കാനോ തൻ്റെ മക്കളെയോ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം എന്നാണോ അഭിലാഷ് പറഞ്ഞു വെക്കുന്നത്? അവർക്ക് അവരുടെ സ്വയം നിർണയ അവകാശമില്ലേ? ഇപ്പോൾ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് കരുതി അയാളുടെ മക്കളെല്ലാം കമ്മ്യൂണിസ്റ്റ് ആവണമെന്നുണ്ടോ? അഭിലാഷേ, എനിക്കൊരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം ആത്യന്തികമായിട്ട് ജീവിച്ച് കാണിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അത് മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ എനിക്കത് ജീവിച്ച് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനൊരു പരാജയപ്പെട്ട ആദർശവാദിയാണ്. സ്വന്തം ജീവിതത്തിൽ പുലർത്താൻ കഴിയാത്തത് മറ്റുള്ളവരോട് പുലർത്തണമെന്ന് പറയുന്നത് ധിക്കാരമാണ്. രണ്ടാമത്, ഒരുപക്ഷെ ഈ ചർച്ച മാതൃഭൂമി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? നോക്കൂ, താങ്കൾ ലോറൻസ് ആശയോട് ചോദിച്ചു അവിടെ സീൻ ഉണ്ടാക്കിയത് താങ്കളാണോ? ഞാൻ ഒറ്റ ചോദ്യം, അവിടെ സീൻ ഉണ്ടാക്കിയത് ആരൊക്കെയാണ്? ഒരു 3 മക്കളിൽ വിയോജിക്കാനുള്ള അവകാശം ഒരു മകൾക്കില്ലേ? ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വേറിട്ടുള്ള അഭിപ്രായം കൂടി കേൾക്കാനും, നമ്മളൊക്കെ ജനാധിപത്യത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നവരല്ലേ, അവരുടെ വാക്കുകൾ കേൾക്കാൻ അവർ ബഹളമുണ്ടാക്കിയില്ല. അവർ കോടതിയിൽ പോയി, കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ഒരു തൽക്കാലം ഉത്തരവിട്ടു. ആ കോടതി വിധി ധിക്കരിക്കുന്നുവെങ്കിൽ അഭിലാഷോട് ഞാൻ ചോദിക്കേണ്ടത്, ആ വിധി നടപ്പിലാക്കേണ്ടത് DYFIയുടെയും CPMൻ്റെയും ഗുണ്ടകളാണോ? വളരെ കൃത്യമായി നമ്മൾ കേൾക്കുന്നു. ആ ചെറുക്കനോട് ചോദിക്കുന്നത് എന്താണ്? ഇവരെന്തറിയാം? അവൻ എന്തെങ്കിലും ചോക്ലേറ്റോ മിഠായിയോ വാങ്ങിക്കൊടുക്കൂ. നോക്കൂ, സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ആ പിതാവിൻ്റെ അതേ ജൈവബന്ധമുള്ള ഒരു മകനോട് പെരുമാറുന്നത് ഈ രൂപത്തിലാണോ? ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിലാഷം ഇത് മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. പക്ഷേ ഈ ചർച്ചയിൽ വന്ന് ബന്ധു പറഞ്ഞു തുടങ്ങിയത് എന്താണ്? ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് വന്നത്. ഇന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാം. ഇല്ല, ഈ രാജ്യത്ത് നിയമവും സംവിധാനവും നമ്മുടെ മുമ്പിൽ ഇല്ലേ അഭിലാഷേ? അതിന് കൃത്യമായി കോടതി ഇടപെട്ടിട്ടില്ലേ? ആ കോടതി തീരുമാനമെടുക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണ്ടേ? ഒരുപക്ഷെ ഈ ചർച്ചയിൽ നമ്മൾ ഭയക്കുന്നത് അതിനെ മറികടന്നുകൊണ്ട് ഈ വിഷയം വന്നു. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ 3 മക്കളിൽ ഒരാൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ലേ? ആകാം, വ്യത്യസ്ത അഭിപ്രായമാകാം. കോടതിയിൽ പോയി ആകാം, അതിലും തെറ്റൊന്നുമില്ല. കോടതി ഒരു ഉത്തരവ് പറഞ്ഞിരിക്കുന്നു, അതനുസരിച്ച് കോടതി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റുക എന്നതിന് ശേഷം മകളുടെ കൂടി ഹിയറിംഗ് കഴിഞ്ഞ് അവരെ കൂടി കേട്ടതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ടൗൺ ഹാളിൽ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, അവിടുത്തെ മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഇടയിലാണ് ഈ പറയുന്ന സീൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായം താങ്കൾക്കില്ലാത്തത് ആശ്ചര്യജനകമാണ്. അല്ലാതെ മകൾ കോടതിയിൽ പോയതിനോ അവർ അവരുടെ അഭിപ്രായം പറഞ്ഞതിനോ എൻ്റെ പിതാവിനെ മതാചാരപ്രകാരമാണ് അടക്കേണ്ടത് എന്നൊരു അഭിപ്രായം പറയാൻ മകൾക്ക് അവകാശമുണ്ട്. അതിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. ഞാൻ പറയാത്തത് പറഞ്ഞു എന്ന് അഭിലാഷ് പറയരുത്. ഇപ്പൊ വന്ന് അവർ പറയുന്നു പിതാവിൻ്റെ ഭൗതിക ശരീരം അവസാനമായി നിൽക്കുമ്പോൾ ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചു. ഇനി വാദത്തിന് വേണ്ടി തടഞ്ഞതാണെന്ന് വിചാരിക്കാം. അഭിലാഷ് പറഞ്ഞ വാദത്തിൽ അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് DYFIക്കാരാണോ അതിനെ പിടിച്ചു മാറ്റിക്കൊണ്ടോ? ഈ രാജ്യത്ത് നിയമവും സംവിധാനവും ഇല്ലേ? അതൊന്നുമല്ല അഭിലാഷേ. ഒരു മനുഷ്യൻ്റെ ശവമടക്ക് രാജ്യത്തെ നിയമ സംവിധാനം ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നത് ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ഫാസിസമാണ്, സ്റ്റാലിനിസമാണ്. ഇന്ന് നടപ്പിലാക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് അടക്കാൻ പാടില്ല എന്ന മാർക്സിസ്റ്റ് പാർട്ടി തിട്ടൂരമല്ലേ? ഇതൊരു മോസ്കിലേക്കായിരുന്നെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി നിലപാടെടുക്കുമോ? ഇത്തരം ആളുകൾ സംസാരിക്കുമോ? അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് വിട്ടുകൊടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപക്ഷെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും നായനാരും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യാത്ത കാണിക്കാത്ത ഔദാര്യം
മാനവികത അദ്ദേഹം കാണിക്കുന്നുവെങ്കിൽ അതിന് അംഗീകരിക്കണം. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം ഇവിടെ ഒന്ന് പറയേണ്ടത് പാർട്ടിക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളാകേണ്ടത്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടോ? അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹം തന്നെ എന്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാൻ അല്ലെങ്കിൽ ചുമതലപ്പെടുത്തപ്പെട്ട എന്റെ മൂത്ത മകൻ എന്ന് അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകനായിട്ടുള്ള സജീവനാണ്, അദ്ദേഹമാണ് വന്ന് പറഞ്ഞത്, അല്ലാതെ പാർട്ടിക്കാരുമല്ല. ഞങ്ങളുടെ തീരുമാനമാണ്, അത് ഞങ്ങൾ പാർട്ടിയെ അറിയിച്ചു എന്നുള്ളതേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഞാൻ